ഹിതയെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാനിതിനു മുമ്പേ അനുഭവം പറഞ്ഞിരുന്നു. ജീവിതവും പ്രാരാബ്ധവും അസുഖവും ഒക്കെ ആയിട്ട് കണ്ണൻ്റെ കൈപിടിച്ച് അങ്ങനെ മുന്നോട്ട് പോവാണ്. വീണ്ടും ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആദ്യം നിങ്ങളോട് പറയട്ടെ, ചിലപ്പം പറഞ്ഞവരുടെ അനുഭവങ്ങൾ എന്നെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് എടുത്ത് പറയാതെ നിവൃത്തിയില്ലല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നിങ്ങളുടേത് എന്തായാലും പറയും. ഇന്ന് ഞാൻ 5 പേരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഹിതയുടെ അനുഭവത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ അനുഭവത്തിന് ശേഷം പിന്നെ കണ്ണനും ഞാനും ഒളിച്ചുകളിയായിരുന്നു കേട്ടോ. ഒരു വർഷത്തോളം വരെ വണ്ടിയുടെ ബുക്കും ഇൻഷുറൻസും എന്നെ കാണിച്ച് തരാതെ ഒളിപ്പിച്ച കള്ളക്കണ്ണനാണ്. വേറെയും സാധനങ്ങളും ഒളിപ്പിക്കും. അപ്പോൾ ഞാൻ പറയും, കണ്ണ, ആ സാധനങ്ങൾ വെച്ചത് എനിക്കും നിനക്കും അറിയാം, നീ എന്നെ കളിപ്പിക്കുകയല്ലേ, ഒളിച്ചു കളിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. പക്ഷെ അത്യാവശ്യ സമയത്ത് എൻ്റെ കയ്യിൽ കൊണ്ടുതരും. അങ്ങനെ കുറേ നാള്. പിന്നെ അടുക്കും തോറും പരീക്ഷണങ്ങൾ കൂടി കൂടി വന്നു കേട്ടോ. പക്ഷെ കൂടെ ഉണ്ടെന്ന വിശ്വാസം മാത്രം ഞാൻ കൈവിട്ടില്ല. കഴിഞ്ഞ നവംബർ 8-ന് ഞങ്ങൾ മൂകാംബിക പോയി. ആദ്യമായിട്ട്. വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ ഒന്നെത്താൻ. 11 രാവിലെ തിരികെ എത്തി. അന്ന് വൈകിട്ട് ചേച്ചിയുടെ മക്കളുടെ അരങ്ങേറ്റമുണ്ടായിരുന്നു ഗുരുവായൂർ പോയിട്ട്. വന്നിട്ടും യാത്ര ചെയ്ത ഒരു ക്ഷീണം പോലും ഉണ്ടായില്ല. നല്ല സന്തോഷമായിരുന്നു. പിറ്റേന്ന് വൈകിട്ട് വീട്ടിൽ വെച്ച് തുടങ്ങി എൻ്റെ പരീക്ഷണം. രാത്രിയായപ്പോൾ തുടങ്ങി ശക്തമായ വയറുവേദന. പിന്നെ നിൽക്കാൻ നേരം കിട്ടിയില്ല. സ്കാൻ, MRI, അങ്ങനെ അതിനൊരു തീരുമാനമായി. ഓവറിയിൽ ക്യാൻസർ. പെട്ടെന്ന് തന്നെ സർജറി വേണം. ആകെ തകർന്ന അവസ്ഥ. അങ്ങനെ അമൃത ഹോസ്പിറ്റൽ ഡിസംബർ 3-ന് സർജറി കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. ഡോക്ടർ ചോദിക്കാതെ ഒരു വയറുവേദന വന്നതിന് എന്തിനാണ് സ്കാൻ ചെയ്തത്? അങ്ങനെ ആരും ചെയ്യില്ല എന്ന്. എൻ്റെ ഭഗവാനല്ലേ ഇതെല്ലാം ചെയ്തത്. എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ആരും കാണാതെ കൃഷ്ണൻ്റെ കുഞ്ഞു രൂപം ഉണ്ടാവും. അതാണ് എൻ്റെ ധൈര്യം. സഹസ്രനാമം വായിച്ചു തുടങ്ങിയത് ഈ സമയത്താണ്. എൻ്റെ ഭക്തിമൂത്ത് എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് എൻ്റെ ഭർത്താവും എൻ്റെ അനിയത്തിയും പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായിട്ടോ. കണ്ണന് അത് മനസ്സിലായി. പിന്നീട് സർജറി കഴിഞ്ഞപ്പോഴൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. സർജറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഞരമ്പ് മുറിഞ്ഞു. അത് കാരണം എൻ്റെ ഇടത് കാല് വലിച്ചു വെച്ചാണ് നടക്കാൻ പറ്റുകയുള്ളൂ. കൈകൊണ്ട് താങ്ങി വേണം മുകളിലേക്ക് കട്ടിലിൽ കയറ്റി വെക്കാൻ. എല്ലാവരും കാണുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കും. മക്കൾ വീണാൽ പോലും ഓടിയെടുക്കാൻ പറ്റില്ല എന്നതാണ് കൂടുതൽ വിഷമം. ഭഗവാനെ വിളിക്കുകയല്ലാതെ ഞാൻ പരിഭവമൊന്നും പറഞ്ഞില്ല കേട്ടോ. ഒന്നും പറയാതെ തന്നെ ഭഗവാൻ എല്ലാം അറിയും. അങ്ങനെ 2 മാസം ആയപ്പോൾ തന്നെ ഞാൻ വീടിന് പുറത്ത് നടന്നു. വീട്ടിലിരുന്നാൽ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, അല്ലെങ്കിൽ ദേഷ്യം വരും, മക്കളോടും ഭർത്താവിനോടും. അങ്ങനെ ഗുരുവായൂർ ഉത്സവം വന്നു കേട്ടോ. ആ സമയം ഞാൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയതായിരുന്നു. ഉച്ചയ്ക്ക് അവിടെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഞാൻ കരുതി എല്ലാവരും അങ്ങയുടെ അടുത്തുനിന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന്. വീട്ടിൽ വന്നപ്പോഴാണ് രസം. വന്ന വഴി വെള്ളം കുടിക്കാൻ അടുക്കളയിൽ കയറിയപ്പോൾ ഒരു പ്രത്യേക മണം. അവിടെ അടച്ചു വെച്ച പാത്രം ഒന്ന് തുറന്നപ്പോൾ പാത്രം നിറച്ച് മോരുകറി. അതും ഉത്സവത്തിന് ഗുരുവായൂരപ്പൻ്റെ പകർച്ച കൊണ്ടുവരുന്ന അതേ കറി. ഉച്ചയ്ക്ക് ഞാൻ ആഗ്രഹിച്ചത് കണ്ണൻ ശരിക്കും അറിഞ്ഞു. കണ്ണു നിറഞ്ഞു. പറയാൻ വാക്കുകളില്ല. ഒരുപാട് കഴിച്ചു ഞാൻ. കുടിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഭർത്താവിൻ്റെ അനിയൻ മിൽമയിലെ ഡ്രൈവറാണ്. ഗുരുവായൂരപ്പന് വേണ്ട പാല് കൊടുക്കാൻ എന്നും പോകുക. അവന് കിട്ടിയതായിരുന്നു ഈ പകർച്ച. പിറ്റേന്ന് ഗുരുവായൂർ പോകാൻ അവസരം കിട്ടി. വൈകുന്നേരം പോകുന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. ആരുടെയെങ്കിലും കൈപിടിച്ച് നടക്കണേ എനിക്ക് പറ്റുള്ളൂ. അങ്ങനെ അവിടെ എത്തി. അവിടെ അതിലെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ നല്ല തിരക്ക്. ശിവേലി കാണാൻ എല്ലാവരും നിൽക്കുന്നു. അപ്പോൾ അതാ വരുന്നു ആനപ്പുറത്ത് രാജാവായി എൻ്റെ കണ്ണൻ. ഒരുപാട് സന്തോഷം. ഹരേ കൃഷ്ണ ഉറക്കെ ചൊല്ലി 3-ാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് ആനയുടെ പിറകെ എങ്ങനെ ഞാൻ എത്തിയതെന്ന് എനിക്കറിയില്ല. ശരിക്കും തൊട്ടുപിന്നിൽ കൊടിമരത്തിന് അടുത്തെത്തിയപ്പോൾ എൻ്റെ മകൻ്റെ കയ്യിൽ താങ്ങി പിടിച്ചാണ് നടന്നത്. മകൻ പറയാ, അമ്മയുടെ കാല് ശരിയായോ എന്ന്. അപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത്, മുന്നത്തേക്കാളും നല്ല വ്യത്യാസം. കുറച്ചുകൂടി വേഗത്തിൽ നടക്കാൻ പറ്റുന്നു. ഭഗവാന്റെ കാരുണ്യം ഒന്നുകൂടെ ഉറപ്പിച്ചുട്ടോ. ഞാൻ ആദ്യമായി പഴുക്കാ മണ്ഡപത്തിൽ ഇരുത്തുന്നതും കണ്ടു. പുറത്തിറങ്ങി ഭക്ഷണവും കഴിച്ചു. വീണ്ടും മോരുകറി. ശരിക്കും സന്തോഷമായി. എന്താ പറയേണ്ടത്? ഗുരുവായൂരിലൂടെ വന്നില്ലേ, കുറച്ചു നേരം ആ മോരുകറിയുടെ ആ ടേസ്റ്റ് നിങ്ങളും അനുഭവിച്ചോ? ഉണ്ടാവുമെന്നറിയാം. അത്രയും മനോഹരമായ അനുഭവം അല്ലേ? എന്താ പറയേണ്ടത്? ഹിത ഒന്നും പറയാനില്ല. ഹിത ചേച്ചിയായിരിക്കാം അല്ലേ? ചേച്ചിയോട് ഒന്നും പറയാനില്ല. സന്തോഷമായിട്ട് ജീവിക്കുക. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ കിട്ടും ഇത്തരം അനുഭവങ്ങളിലൂടെ എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കൃഷ്ണവിഗ്രഹങ്ങൾ നമ്മൾ ദിവസവും സമ്മാനം കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം വീണ്ടും പറയുകയാണ്, അനുഭവങ്ങൾ അയച്ചവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. അതിനൊരു മടിപ്പും കാണിക്കണ്ട കേട്ടോ. ഹരേ കൃഷ്ണ.